ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് നോറ. ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് പുതിയ വീഡിയോ എന്നല്ലേ, നിങ്ങൾ പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോവാണ് ഞാൻ. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ. റീസെൻ്റ്ലി ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പോക്കറ്റ് സൈസ്ഡ് സോളിഡ് പെർഫ്യൂം. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് അതിനെപ്പറ്റിയുള്ള റിവ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം, സോളിഡ് പെർഫ്യൂം. ഇത് നമ്മൾ നോർമലി സ്പ്രേ ടൈപ്പ് ലിക്വിഡ് പെർഫ്യൂംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് സോളിഡാണ്. അതുപോലെ തന്നെ പോക്കറ്റ് സൈസിലാണ്, അതായത് നമ്മൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇത് നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം ഇതാണ് സംഭവം. ഇതാണ് അതിൻ്റെ പാക്കേജ് വരുന്നത്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത് January 9th. പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവുന്നത് January 16th. ബട്ട് അന്ന് ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് January 17th ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3-4 days ഇത് യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് റിവ്യൂ എന്താണെന്ന് നോക്കാം. സംഭവം ഇതാണ് പാക്കേജിങ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് പോക്കറ്റ് സൈസ്ഡ് ക്യൂട്ടി സോളിഡ് പെർഫ്യൂംസ്. സെൻറ്റ് വരുന്നത് 4, എനിക്ക് തോന്നുന്നു 4 സെൻറ്റ്സ് ആണുള്ളത്. അതായത് കോഫി, ചോക്ലേറ്റ്, ക്യാൻഡി, ഫ്ലോറൽ. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ക്യാൻഡിയാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് മാംഗോ ബട്ടർ ബേസ്ഡ് പെർഫ്യൂം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. പ്രോഡക്റ്റ് ഈ ഒരു മോഡലിലാണ് വരുന്നത്. ഇതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഞാനിപ്പോൾ ഇത് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 3-4 days ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സോളിഡ് ടൈപ്പ് തന്നെയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്, ഞാൻ കൂടുതൽ നെക്ക് പോർഷനിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് ലിപ്പില്, ഫേസിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ അങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാറില്ല. എനിക്ക് പിമ്പിൾസ് പെട്ടെന്ന് വരുന്ന സ്കിൻ ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ നെക്കിൽ, അതേപോലെ തന്നെ ഹാൻഡിൽ, ഈ ഒരു പോർഷനിൽ ഇവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതൊക്കെ പാക്കേജിങ് ഒക്കെ വരുന്നത്. അത് പോക്കറ്റ് സൈസിലാണ്. പോക്കറ്റിലൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അവർ പറയുന്ന ലോങ് ലാസ്റ്റിംഗ് മാംഗോ ബട്ടർ ബേസ്ഡ് എന്നാണ്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ട് ഒരു 1/2 hour എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒരു പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്തിട്ട് 3-4 മണിക്കൂർ അത്രയൊക്കെ ഇല്ല, അത്രയൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യില്ല. എനിക്ക് ഫീൽ ചെയ്തത്, എനിക്കൊരു 1/2 hour ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. ഞാൻ വാങ്ങിയത് ക്യാൻഡിയാണ്. കറക്റ്റ് ക്യാൻഡിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഏത് സ്മെല്ലാണെങ്കിലും ഏത് ഫ്രേഗ്രൻസ് ആണെങ്കിലും എനിക്ക് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഈ നെക്ക് പോർഷനിൽ യൂസ് ചെയ്യും. പിന്നെ ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ഡേ കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് എനിക്കത് പറ്റുന്നില്ല എന്ന് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു സ്മെല്ലാണ്, ക്യാൻഡിയുടെ ഒരു സ്മെല്ലാണ് വരുന്നത്. ബട്ട് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ ഈ പറഞ്ഞ കോഫി, ചോക്ലേറ്റ്, ക്യാൻഡി, ഫ്ലോറൽ, അങ്ങനെ വേറെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരെണ്ണം മാത്രമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൽ തന്നെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് ട്രാവൽ ഫ്രണ്ട്ലി ആൻഡ് സേഫ് ടു സ്റ്റാഷ് ഇൻ യുവർ ബാഗ്. ശരിയാണ്, നമുക്ക് നമ്മുടെ ബാഗിലോ പോക്കറ്റിലോ എവിടെയാണെങ്കിലും വെച്ചിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത്, ഇത് യൂസ് ചെയ്യുന്ന രീതിയാണ്: ജെന്റ്ലി റബ് യുവർ ഫിംഗർ ഓവർ ദ സോളിഡ് പെർഫ്യൂം ടു പിക്ക് ദ പ്രോഡക്റ്റ് ആൻഡ് അപ്ലൈ ടു എനി ഏരിയ ഓഫ് യുവർ ബോഡി വെർ യു ഡിസയർ എ ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ്. ഇപ്പം നിങ്ങളുടെ ബോഡിയിൽ എവിടാണ് അത് ലോങ് ലാസ്റ്റ് ചെയ്യണം, അതായത് മീൻസ് നിങ്ങളുടെ ബോഡി പാർട്ടിൽ നിങ്ങൾക്ക് എവിടെയാണ് ഫ്രാഗ്രൻസിൻ്റെ ആ ഒരു സ്മെല്ല് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന്, അതായത് നിങ്ങളിങ്ങനെ ഇട്ട് തോണ്ടി അങ്ങ് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഇത് ചെയ്ത് അവിടെ ഒന്ന് കൊടുത്താൽ മതി, തേച്ച് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മളിങ്ങനെ വടിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നും എടുക്കരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത്, അതായത് ഈ ക്യാൻഡി എന്ന ഫ്ലേവറിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, മാംഗോ ബട്ടർ, വിറ്റാമിൻ ഇ, ചോക്ലേറ്റ്, കാരമല്, വാനില, കാൻഡിലിയ വാക്സ്, ഇത്രയാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല, ബട്ട് സ്മെൽ ഗുഡാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 360, 340 ഒക്കെയാണ് നമ്മൾ വാങ്ങുന്ന ടൈമിൽ, അതായത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ ആയിട്ട് 380, അതായത് 400-അടുത്താണ് ഈ ഒരു ചെറിയ പ്രോഡക്റ്റിന് വരുന്നത്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണോ എന്ന് ചോദിച്ചാൽ, ഇഫ് യു വാണ്ട് ദെൻ ബൈ, ബട്ട് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ടൈപ്പാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കും. ബട്ട് മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇഫ് യു വാണ്ട് ദെൻ ബൈ, അത്രേ ഞാൻ പറയുള്ളൂ. നോട്ട് എ മസ്റ്റ് ട്രൈ ഐറ്റം. അപ്പോൾ ഇതൊരു നെഗറ്റീവ് റിവ്യൂ അല്ല, ബട്ട് കൊള്ളാം. ഇപ്പം ഞാനിപ്പം 8 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ നൈറ്റ് 8 മണിക്ക് വരുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് പെർഫ്യൂം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അത്ര നേരം ലോങ് ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇടവിട്ട സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വേറെ സെൻസ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ബാക്കി സെൻസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്നും, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ എന്നും, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഇത് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള റിവ്യൂ എന്താണെന്നും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നും കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.